വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നൊരു ബീഫ് പിക്കിളാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് വേറെ കറി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് ഇത് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. അത് 1 കിലോ. ഈ ബീഫ് ആദ്യം ഒന്ന് വേവിക്കണം. അതിനാവശ്യമുള്ള ചേരുവകളാണ് പറയുന്നത്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് കുക്കറിലോ അല്ലെങ്കിൽ നോർമൽ അടുപ്പിലോ വേവിച്ചെടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരും. അത് വറ്റുന്നവരെ വേവിക്കണം. കുക്കറിലാണെങ്കിൽ 2 വിസിൽ. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികളൊന്ന് കുഴച്ച് വയ്ക്കണം. അതിനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, പിന്നെ എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇത്രയും കൂടെ കുറച്ച് വെള്ളത്തിനകത്തൊന്ന് കുഴച്ച് വയ്ക്കാം. നമ്മൾ ചൂടുള്ള എണ്ണയിലോട്ടാണ് ഇത് ഇടുന്നത്. അപ്പോൾ ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലൊന്ന് കുഴച്ച് വയ്ക്കുന്നത്. ഇനി നമുക്ക് ബീഫ് വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഇതിന് നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒരു സ്മെല്ലൊക്കെ വരും. അച്ചാർ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇതൊരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലത്തെ വെള്ളം ഒന്ന് പോയാൽ മതി. ഇതുപോലെ ബാക്കിയുള്ള ചേരുവകളും കൂടെ വറുത്തെടുക്കണം. അതിലത്തേക്ക് വെള്ളം ഒന്ന് പോയാൽ മതി. അതിനായിട്ട് പച്ചമുളക് 10 എണ്ണം അരിഞ്ഞത്, വെളുത്തുള്ളി 200 ഗ്രാം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അത് അരിയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളി കൂടിയാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടും. ഇഞ്ചി നീളത്തിലരിഞ്ഞത് 100 ഗ്രാം, അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ഈ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിൽ ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് വേണം. എണ്ണ ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 4 ഉണക്കമുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടായതുകൊണ്ട് ഈ പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെള്ളത്തിൽ കുഴച്ച് വെച്ചത്. ഇനി തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കായപ്പൊടി 1 ടീസ്പൂൺ,
ഇത് രണ്ടും ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് അച്ചാറിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നത്. ഇനി 1 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിക്കാം. ഇതിലേക്ക് 3/4 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അച്ചാറിലേക്ക് എപ്പോഴും നമ്മൾ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ തിളപ്പിക്കുക. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. പത്ത് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. കുറച്ച് ചാറ് വേണം ഇതിനകത്ത്, കാരണം തണുക്കുമ്പോൾ ഇത് ബീഫിനകത്തോട്ടൊക്കെ പിടിക്കുന്ന കാരണം കുറുകും. ഇപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ തണുത്തു നന്നായി കുറുകി വന്നിട്ടുണ്ട്. ബീഫിനകത്തോട്ടൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇത് ഗ്ലാസ് ബോട്ടിലിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. മുകളിൽ എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ ഇത് കേടുകൂടാതെ കുറേ നാളിരുന്നോളും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.